ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം പ്രാരംഭ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് ലമന്റേഷൻസ് ചാപ്റ്റർ 2 വേർഡ്സ് 1. തൻ്റെ കോപ ദിവസത്തിൽ അവൻ തൻ്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചും ഉഗ്രകോപത്തെക്കുറിച്ചുമുള്ള നിരവധി വാക്യങ്ങൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ ഈ 2-ാം അധ്യായത്തിൽ ദൈവകോപം, ദൈവത്തിൻ്റെ ഉഗ്രകോപം എന്നുള്ള പദം വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം വായിച്ചത് തൻ്റെ കോപ ദിവസത്തിൽ താൻ പാദപീഠത്തെ ഓർത്തതുമില്ല എന്നാണ് വായിക്കുന്നത്. സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവുമാകുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തൻ്റെ കോപ ദിവസത്തിൽ പാദപീഠത്തെ മറന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയെ മറന്നുപോയി എന്നുള്ളതാണ്. തൻ്റെ കോപ ദിവസത്തിൽ ഭൂമിയെ മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം യെരുശലേമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ യെരുശലേം കടന്നു പോവുകയും യെരുശലേമിൻ്റെ ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന അവസ്ഥയും അവർ അനുഭവിച്ച വലിയ പ്രയാസങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് വിലാപങ്ങൾ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം എഴുതുവാൻ പ്രവാചകന് ഇടയായിട്ട് തീർന്നത്. വാസ്തവത്തിൽ യെരുശലേം നാമാവശേഷമായിട്ട് കിടക്കുന്ന യെരുശലേമിൻ്റെ ആകമാനം ആത്മീകവും ഭൗതികമായ അവസ്ഥകൾ ശോഷിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ ഉഗ്രകോപ ദിവസത്തിൽ പാദപീഠത്തെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആ പശ്ചാത്തലം അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ പാദപീഠത്തെ മറന്നു കളഞ്ഞത് ദൈവത്തിൻ്റെ ഉഗ്രകോപ ദിവസത്തിലായിരുന്നു. എന്നാൽ മറുവശത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം പാദപീഠത്തെ ഓർത്തപ്പോൾ മറന്നു കളഞ്ഞ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം തൻ്റെ കോപ ദിവസത്തിൽ പാദപീഠത്തെ മറന്നു കളഞ്ഞു, എന്നാൽ പാദപീഠത്തെ ഓർത്തതുകൊണ്ട് ദൈവം തൻ്റെ പൊന്നോമനെ പുത്രനെ മറന്നു കളഞ്ഞു. കാൽവറിയിലെ ക്രൂശിൽ നമുക്കതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ വാസ്തവത്തിൽ നമ്മെ ഏവരെയും സ്നേഹിച്ചപ്പോൾ, നമ്മെ ദൈവം ഓർത്തപ്പോൾ ദൈവം മറന്നു കളഞ്ഞത് തൻ്റെ പൊന്നോമന പുത്രനെയാണ്. എങ്ങനെയാണ് പൊന്നോമന പുത്രനെ മറന്നു കളഞ്ഞു എന്ന് പറയുവാൻ കഴിയുന്നത്? കാൽവറിയിലെ ക്രൂശിൽ. സങ്കീർത്തനങ്ങൾ 22-ൽ നാം വായിക്കുന്നത് പോലെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറിക്കരയുമ്പോൾ യാതൊരു മറുപടിയും കൊടുക്കാതെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പാദപീഠത്തെ ഓർത്തപ്പോൾ തൻ്റെ പൊന്നോമന പുത്രനെ മറന്നു കളയുവാൻ ഇടയായിട്ട് തീർന്നു. ഈ ആഴ്ചയുടെ 1-ാം ദിനത്തിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ വാക്ക് എന്ന് പറയുന്നത് സങ്കീർത്തനക്കാരൻ പറഞ്ഞതാ, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മെ ഓർത്ത ദൈവത്തിന് നമുക്ക് മഹത്വം കരയേറ്റാം. തൻ്റെ പൊന്നോമന പുത്രനെ മറന്നു കളഞ്ഞുകൊണ്ട് തൻ്റെ പാദപീഠമായിരിക്കുന്ന ഈ ഭൂമിയെ ഓർത്ത്, നമ്മെ ഓർത്ത്, എന്നെ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞ സ്നേഹത്തിന് മുമ്പാകെ സകല മഹത്വവും അർപ്പിച്ച് ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ നമുക്ക് ആരാധിക്കാം. നല്ല ഓർമ്മയോടുകൂടി നമ്മുടെ കർത്താവിന് മഹത്വം കരയേറ്റാം. അവിടുത്തെ വിലയേറിയ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ സുവിശേഷം ജീവിതം ധന്യമാക്കി, ന്യായപ്രമാണമെന്ന ശത്രുത്വം ഇല്ലാതാക്കി, നീതിയിൻ സൂര്യനാകും ദൈവത്തിൻ ഏകജാതൻ ശാപം വഹിച്ചുകൊണ്ട്